റവിച്ച എന്ത് കഥയല്ലോ ഇതാ ഞാൻ ഒരു കാര്യമായ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾക്ക് ഈ മനുഷ്യനും ജിന്നും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മനുഷ്യനും നമ്മൾ മനുഷ്യന്മാർ ജിന്നും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾക്ക് അറിയോ? നിങ്ങളിപ്പോൾ കുറേ ആളുമായിട്ട് നല്ല പരിചയമുള്ള മനുഷ്യന്, കുറേ ഉസ്താദ്മാരായിട്ട് പരിചയമുണ്ട്, കുറേ നാട്ടാറും ആടി വീട് കർണാടകയിലും കേരളത്തിലും എന്ന് പറഞ്ഞാൽ എത്രയോ ആളുമായിട്ട് പരിചയമുള്ളൊരു മനുഷ്യന്. ഈ ജിന്നും മനുഷ്യന്മാർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയോ? എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജിന്ന് വേറെ ഇൻസ് വേറെ. അതന്നെ. ജിന്ന് വർഗത്തിലോട്ടെ. മനുഷ്യന്മാരെക്കാളും മുമ്പ് ജിന്നുണ്ടായിരുന്നത് പിന്നെ പറയപ്പെടുന്നത്. അത് ഖുറാനിൽ ഉള്ളത് അങ്ങനെയാന്ന് തോന്നുന്നു. മനുഷ്യന്മാർ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ജിന്നിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. തീയിൽ നിന്നാണ് ഈ പിന്നെ ജിന്ന് വർഗത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. നിങ്ങൾക്ക് അറിയോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ടുണ്ടോ? അഭിപ്രായം ഒന്നും അറിയല്ല. അപ്പോൾ ഈ മനുഷ്യന്മാർക്ക് ജിന്ന് കൂടുന്നതിനെ പറ്റി എന്താ പറയുന്നത്? അല്ല, അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. കാരണം ഇപ്പോഴത്തെ ഈ മറ്റേ പൂച്ചക്കാട്ടിലെ ഗഫൂറാജീനെ ഒരു കൊലപ്പെടുത്തിയ ഒരു പിന്നെ ഇതുണ്ട്, ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ പറയപ്പെടുന്ന പ്രതികൾ ജിന്നു കൂടിയ ആളെന്നെല്ലാം പറയുന്നത് നമുക്കറിയില്ല. കാരണം ഈ കൂടുന്ന കഥയിൽ മനുഷ്യന്മാരല്ല. ഇപ്പോൾ പിന്നെ എന്ത് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, എന്ത് സൈക്കോളജി പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്തറിയോ? പിന്നെ എന്ത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡുവൽ പേഴ്സണാലിറ്റി എന്നെല്ലാം പറയുന്ന ഒരു പിന്നെ ആത്മാവ് മറ്റൊരു മനുഷ്യനിലേക്ക് കൂടുന്നു എന്നെല്ലാം പറയുന്നത്. പക്ഷേ ഇത് ജിന്നാണ് കൂടിയത്. അപ്പം അങ്ങനെ ജിന്ന് കൂടുതലുണ്ടാകുന്ന ഞാൻ നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കുന്നത്. അങ്ങനെ ഒരു കഥ ഞങ്ങളുടെ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ കുറേ ആൾ ഇങ്ങനെ ജിന്ന് കൂടിയതായിട്ടല്ല. അല്ല അതല്ല. നീ പറയും. മനുഷ്യന്മാർക്ക് ജിന്ന് കൂടൽ അതില്ല, അത് വെറുതെ ഉണ്ടാക്കുന്നതാണ് വിഷയം. എനിക്കെതിർ നിനക്ക് ജിന്നെ കേട്ടിയെന്നൊക്കെ അറിയോ? ഓക്കെ, അതെന്തോട്ടെ, അത് നമുക്ക് അറിയാത്ത കഥ, നമുക്ക് നിങ്ങൾക്ക് അനുഭവത്തിലില്ലാത്ത കഥ. പിന്നെ കൂടിയാ കൂടിയില്ല, അല്ല വേറൊന്നും കൂടുന്നതാ, അതെല്ലാം വേറെ സംഗതി. ഓക്കെ, ഞാൻ ചോദിക്കുന്നേ അതെല്ലാം വിട്. ഒരു കാര്യമായിട്ട് ഒരു കാര്യം നമുക്ക് പറയാനുള്ളൊരു സംഗതി എന്താണെന്നറിയോ? ഈ പൊന്നെ ഇരട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആണ് ഈ കുറേ ആളെ കയ്യിൽ ഇത് കൊണ്ടുകൊടുക്കുന്നത്. ഒരു കാര്യമായ അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ഉള്ള ആളാണ് ഇത് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. എത്ര 596 പിന്നെ പൗണെന്നല്ലാണ് പിന്നെ നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഏതായാലും ഇത്രയും പൗണ്ട് ഇരട്ടിപ്പിക്കാനെന്ന് പറഞ്ഞിട്ടായിട്ട് ഒരാളിൽ കൊണ്ടുകൊടുക്കുമ്പോൾ അയാൾ ചിന്തിക്കണ്ടേ എന്ത്? നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കഴിവ് ഒരാൾക്കുണ്ടെങ്കിൽ നേരിട്ടൊരു ഗവൺമെൻറ്റിനോട് അവൻ്റെ പോയിട്ട് പറഞ്ഞാൽ പോരെ, അതാ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരട്ടിപ്പിക്കുന്ന ഒരു കഴിവുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ഉദ്യോഗത്തിൽ ഞങ്ങൾ നിർത്തണം. അങ്ങനെ ഉദ്യോഗത്തിൽ നിർത്തിയെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കഴിവുള്ള സാധനമെല്ലാം നിങ്ങൾക്ക് ഇരട്ടിപ്പിച്ച് തരാം, പൊന്നെല്ലാം ഇരട്ടിപ്പിച്ച് തരാമെന്ന് അങ്ങനെ ചിന്തിക്കണ്ടേ? അല്ല, അത് ശരിയല്ല. നിങ്ങൾ എന്ത് പറയുന്നത്? നിങ്ങളെ അഭിപ്രായം? ഇങ്ങനത്തെ പേടിക്കുന്ന ഇങ്ങനെ പറയാനല്ലോ. പേടിക്കണ്ട, എന്താ ഉള്ളത് പോലെ തുറന്ന് പറയാണ്. നമുക്ക് പഠിച്ചനിട്ടാസ് എന്ത് പിന്നെ. അപ്പോൾ കഥ എങ്ങനെ? അപ്പോൾ ഇനിയും ഇതിൻ്റെ ബാക്കിൽ നിന്നെല്ലാം പോകുന്ന മനുഷ്യന്മാർ കുറേ നാട്ടിലുണ്ട്. ഇപ്പോൾ മിഞ്ഞാന്ന് പിന്നെ ഈ തെളിവെടുപ്പിനായിട്ട് പോലീസ് കൊണ്ടുപോയിട്ടാകുമ്പോൾ അവർക്ക് കൊണ്ടുപോയിട്ടാകുമ്പോൾ നാട്ടുകാരെല്ലാം പിടിച്ച് തച്ചെല്ലാം ചെയ്തിന്. ഓക്കെ, അതെല്ലാം ശരി തന്നെ. പക്ഷേ എത്രയോ മനുഷ്യന്മാർ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓരോ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നത് ഇതെല്ലാം ഇതിൻ്റെ ബാക്കിൽ നിന്നെല്ലാം പോയിട്ട് പെടാണ്ടിരിക്കുന്നത് നല്ലത്. വെറുതെ നമുക്ക് കഴിയുന്നത് നോക്ക്, ഇതാ തൊഴിലാളികൾ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഇയാൾക്ക് 10-25 വയസ്സായി. 25 വയസ്സായെങ്കിൽ അയാൾ പറയല എന്താ പറയുക, അയാൾക്ക് പെൻഷൻ ആവുന്ന സമയം 60 വയസ്സ്, അതിൻ്റെ അപ്പുറം പറയല. അല്ല എത്ര വട്ടം യാത്ര ഒന്നും പറയുന്നില്ല, ഒരു 50 വയസ്സിലിക്കട്ടെ, അതല്ല അത്രയ്ക്ക് കിട്ടും. അത്ര വയസ്സായ ഈ മനുഷ്യന് അധ്വാനിക്കുന്ന കാണുന്നില്ലെങ്കോ. അങ്ങനെ എത്രയോ പ്രായമായ ആൾക്കാർ അധ്വാനിക്കുന്നുണ്ട്. അങ്ങനെ അധ്വാനിച്ച് ജീവിച്ചൂടെ എന്ന് ഇനി എളുപ്പത്തിലുള്ള പണിക്ക് പോകുന്നത്. ഓക്കെ, ഒന്ന് ചിന്തിക്കുക, ആലോചിക്ക്.